ലിസണേഴ്സ്, UGC നെറ്റ് ഹോം സയൻസ് പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന യൂണിറ്റ്. യൂണിറ്റ് 3 ടെക്സ്റ്റൈൽസ് ആൻഡ് ഇറ്റ്സ് മാനുഫാക്ചറിങ്. ഈ യൂണിറ്റിലെ ഫസ്റ്റ് പോർഷനാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫൈബേഴ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫൈബേഴ്സ് അറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ഈ യൂണിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? പ്രൈമറി പ്രോപ്പർട്ടീസ് ഓഫ് ഫൈബേഴ്സ് ആണ് ഫസ്റ്റ് പോർഷൻ. അപ്പോൾ പ്രൈമറി പ്രോപ്പർട്ടീസ് ഓഫ് ഫൈബേഴ്സിനകത്ത് ദർ ആർ പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ ടെക്സ്റ്റൈൽ മസ്റ്റ് പോസസസ് ഇൻ ഓർഡർ ടു ബി കോൾഡ് എ ടെക്സ്റ്റൈൽ ഫൈബർ. ഈ പ്രൈമറി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെക്സ്റ്റൈൽ മസ്റ്റായിട്ടും അത് ഒരു ടെക്സ്റ്റൈൽ ഫൈബറായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ പ്രൈമറി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി പ്രോപ്പർട്ടീസിനകത്താണ് അതിൻ്റെ ടെക്സ്റ്റൈൽ ഫൈബേഴ്സിൻ്റെ ലെങ്ത്ത് വരുന്നത്. ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈൽ ഫൈബറിന് എന്തായിരിക്കണം? മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് ലെങ്ത്ത് ടു ബി മെയ്ഡ് ഇൻ ടു എ യാൺ. കറക്റ്റ് ലെങ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫൈബറിനെ നമുക്ക് യാണായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്തിനെക്കാട്ടും ഫൈബറിൻ്റെ വിഡ്ത്തിനെക്കാട്ടും 100 times ലോങ്ങർ ആയിരിക്കണം അതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, എത്രത്തോളം ഫൈബർ ലോങ്ങർ ആവുന്നോ യാൺ അത്രത്തോളം സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഫൈബറിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഒരു ഫൈബറിന് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഫൈബറിൻ്റെ ലെങ്ത്ത്. ദാറ്റ് മസ്റ്റ് ബി 100 times മോർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത്. അതിൻ്റെ വിഡ്ത്തിനെക്കാട്ടും 100 times കൂടുതലായിരിക്കണം. എത്രത്തോളം ഫൈബറിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നോ അത്രത്തോളം ആ യാണിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന യാണിൻ്റെ സ്ട്രെങ്ത്ത് ഇൻക്രീസ്ഡ് ആവും. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് സ്ട്രെങ്ത്ത്. സ്ട്രെങ്ത്ത് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു ടെക്സ്റ്റൈൽ ഫൈബറിനും നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? സ്ട്രെങ്ത്ത്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റൈൽ ഫൈബറിനെ നമ്മൾ യാണായിട്ട് കൺവേർട്ടഡ് ആക്കണമെങ്കിൽ അതിന് നിർബന്ധമായിട്ടും എന്താവശ്യമാണ്? അതിൻ്റെ സ്ട്രെങ്ത്ത് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ ഈ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്നത് മെഷേർഡ് ഇൻ ഗ്രാംസ് ഓഫ് ഫോഴ്സ് പെർ ഡെനിസ് എന്നുള്ളൊരു യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. ഗ്രാം പെർ ഡെൻ എന്നുള്ളതാണ് സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ്. സ്ട്രെങ്ത്തിൻ്റെ ഫൈബറിൻ്റെ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യുന്നത് നമ്മൾ ഡ്രൈ കണ്ടീഷനിലും അതുപോലെ തന്നെ വെറ്റ് കണ്ടീഷനിലും നമ്മൾ എന്ത് മെഷർ ചെയ്യും? ഫൈബർ സ്ട്രെങ്ത്ത് മെഷർ ചെയ്യും. ദ വെറ്റ് സ്ട്രെങ്ത്ത് ഓഫ് ഫൈബർ ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് വിച്ച് മെത്തേഡ് ടു യൂസ് ഫോർ വാഷിംഗ് ഇറ്റ്. നമ്മൾ വെറ്റ് സ്ട്രെങ്ത്ത് നോക്കുന്ന സമയത്ത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈബറിനെ വാഷ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ദ എബിലിറ്റി ഓഫ് എ ഫൈബർ ടു ബ്ലെൻഡ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഈസ് കോൾഡ് ഫ്ലെക്സിബിലിറ്റി. ഒരു ഇഴകിച്ചേരാനുള്ള ഒരു കപ്പാസിറ്റിനെയാണ് ഫൈബേഴ്സിന് ഫ്ലെക്സിബിളായിട്ടിരിക്കുക. ഫൈബർ യാണാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫൈബേഴ്സ് തമ്മിൽ ഫ്ലെക്സിബിളായിട്ട് എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഈ ഫ്ലെക്സിബിലിറ്റിയെ തന്നെ പ്ലയബിലിറ്റി എന്നും പറയാറുണ്ട്. ഓക്കെ, ഫൈബർ എത്രത്തോളം ഫ്ലെക്സിബിളാണോ അത്രത്തോളം നമുക്ക് യാണായിട്ട് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫ്ലെക്സിബിലിറ്റി ഓഫ് ഫൈബർ ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഫാബ്രിക് ദാറ്റ് ഹാസ് ഗുഡ് ഡ്രേപ്പബിലിറ്റി. നല്ല ഫ്ലെക്സിബിലിറ്റിയുള്ള ഫൈബേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നല്ല ഡ്രേപ്പബിലിറ്റിയുള്ള നമുക്ക് നല്ലപോലെ ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡ്രേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെൽപ്സ് ദ ഫാബ്രിക് ടു മോൾഡ് ടു ദ ബോഡി ആൻഡ് മൂവ് വിത്ത് ദ ബോഡി. അതായത് ഒരു ഫൈബറിനെ നമ്മുടെ ഫാബ്രിക്കായിട്ട് കൺവേർട്ടഡ് ആവുന്ന സമയത്ത് അത് നമ്മളുടെ ബോഡിയിൽ മോൾഡ് ചെയ്യാനായിട്ട് ഫിക്സായിട്ട് നമ്മളെ ബോഡിയിൽ കിടക്കാനും അതുപോലെ ബോഡിക്ക് അറൗണ്ട് മൂവ്മെൻറ്റ് കറക്റ്റ് ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫ്ലെക്സിബിലിറ്റി. അടുത്ത ഫാക്ടറാണ് പ്രൈമറി പ്രോപ്പർട്ടിയാണ് കൊഹസീവ്നെസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കൊഹസീവ്നെസ്. ഓക്കെ, ഒരുപാട് ഫൈബേഴ്സിന് ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റിയാണ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. ദ ക്യാപ്പബിലിറ്റി ഓഫ് എ ഫൈബേഴ്സ് ടു സ്റ്റേ ടുഗെദർ ആൻഡ് അഡ്ഹർ ടു ഈച്ച് അതർ. പരസ്പരം ഒട്ടി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് വിൽ ബി ഇമ്പോസിബിൾ ടു കീപ് ദ ഫൈബേഴ്സ് ടുഗെദർ ടു മേക്ക് എ യാൺ. നമുക്ക് ഒരു യാണായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ കൊഹസീവ്നെസ് എന്താണ്? ഫോർത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യൂണിഫോമിറ്റിയാണ്. യൂണിഫോമിറ്റി ഓഫ് ഫൈബർ ഈസ് സിമിലർ ടു ഈച്ച് അതർ
ഇൻ ഓൾ ദ എബോവ് 4 പ്രോപ്പർട്ടീസ്. യൂണിഫോമിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു ഫൈബർ എടുക്കുന്ന സമയത്ത് അതിൽ മേലെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ഒരേപോലെ വരുന്ന സംഭവത്തിനാണ് നമ്മൾ യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൈമറി പ്രോപ്പർട്ടീസൊക്കെ ഒരു ഫൈബർ സിമിലാരിറ്റി കാണിക്കാൻ 2 ഫൈബേഴ്സ് എടുത്തിട്ട് അതിൽ ഈ 4-5 പ്രോപ്പർട്ടീസും ഒരേപോലെ കാണിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം ആയിട്ടുള്ള ഫൈബേഴ്സായിട്ട് കണക്ക് കൂട്ടും. ലെങ്ത്ത്, കൊഹസീവ്നെസ്, സ്ട്രെങ്ത്ത്, ഫ്ലെക്സിബിലിറ്റി തുടങ്ങിയ പ്രോപ്പർട്ടീസ് സിമിലാരിറ്റി കാണിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് യൂണിഫോമിറ്റി. ഓക്കെ, അപ്പോൾ ഒരു റെഗുലർ യാൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? അത് യൂണിഫോം ആയിട്ടുള്ള ഫൈബറിൽ നിന്നായിരിക്കണം മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവേണ്ടത്.